നോക്കിയേ, നമുക്ക് ഡൽഹി സുൽത്താനേറ്റ്സ് എന്നുള്ളതിൻ്റെ അടുത്ത ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സെഷൻ എന്ന് പറയുമ്പം തുഗ്ലക് ഡൈനാസിയുടെ കേസ് നമ്മൾ പറഞ്ഞാണ് എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് നമ്മുടെ തുഗ്ലക് ഡൈനാസിയുടെ ഫൗണ്ടർ നമ്മൾ പറഞ്ഞാണ്. പുള്ളിയാണ് ആരെ തോൽപ്പിക്കുന്നത്? നസ്രുദ്ദീൻ ഖുസ്രുവിനെ തോൽപ്പിച്ചിട്ട് തുഗ്ലക് ഡൈനാസി സ്റ്റാർട്ട് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഗിയാസുദ്ദീൻ തുഗ്ലക്കാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നോക്കി, നമ്മുടെ 1320 തൊട്ട് 1412 വരെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സുൽത്താൻസാണ് ആര്? നമ്മുടെ തുഗ്ലക് ഡൈനാസി എന്ന് പറയുന്നത്. തെറ്റിക്കരുത്. ഇവരാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യ ഭരിച്ച സുൽത്താൻമാരിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ചത് ആരാണ്? തുഗ്ലക് ഡൈനാസ്റ്റിയാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച സുൽത്താനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? തുഗ്ലക് ആണെന്ന് ഓർത്തിരിക്കുക. 1320 തൊട്ട് 1412 വരെയാണ് തുഗ്ലക് ഡൈനാസ്റ്റിയുടെ ഡ്യൂറേഷൻ. ക്ലിയർ അല്ലേ? അപ്പം നമുക്കറിയാം എന്താണ് ഞാൻ പറഞ്ഞാണ് നമ്മുടെ ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് ഇതിൻ്റെ ഫൗണ്ടർ. നമുക്ക് കുറേ തുഗ്ലക്ക് ഉണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു 4 പേരെ പഠിക്കണം. അതിനിടയ്ക്ക് കുറേ പേരുടെ പേരുണ്ട്, അത് മാത്രം അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി, നമുക്ക് ഗിയാസുദ്ദീൻ തുഗ്ലക്കിന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മറന്നു പോയത് എന്താണ്? ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച സുൽത്താൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ തുഗ്ലക് ഡൈനാസ്റ്റിയാണ്. ഇതിൻ്റെ ഫൗണ്ടർ ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നോക്കി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഗിയാസുദ്ദീൻ തുഗ്ലക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിയാൽ പുള്ളിയുടെ ഒറിജിനൽ പേരാണ് ഖാസി മാലിക് എന്ന് പറഞ്ഞാൽ. ഖാസി മാലിക് എന്ന് പറഞ്ഞാൽ ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ ഒറിജിനൽ പേരാണ്. അപ്പോൾ ഈ പറഞ്ഞ 1320 തൊട്ട് 5 വർഷമാണ് ആര് ഭരിക്കുന്നത്? ഗിയാസുദ്ദീൻ തുഗ്ലക്ക് അല്ലെങ്കിൽ ഖാസി മാലിക് തുഗ്ലക് ഡൈനാസ്റ്റിയുടെ ഹെഡായിട്ടിരിക്കുന്നത്. പുള്ളിയുടെ ഒറിജിനൽ പേര് ഓർത്തിരിക്കുക എന്താണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ ഒറിജിനൽ പേരാണ് ഖാസി മാലിക് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക. ഇവിടെ നിന്ന് പറയുമ്പം 1320 തൊട്ട് 25 വരെയാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക് നമ്മുടെ തുഗ്ലക് ഡൈനാസ്റ്റിയുടെ ഹെഡായിട്ട് ഇരുന്നിരുന്നത്. തെറ്റിക്കരുത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ പുള്ളിയാണ് ആര്? തുഗ്ലക് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ആണെന്ന് ഓർത്തിരിക്കുക. അറിയാം, തുഗ്ലക് നാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ ബയോഗ്രഫിയാണ് തുഗ്ലക് നാമ. ആരായി എഴുതിയിരിക്കുന്നത് ഗിയാസുദ്ദീൻ തുഗ്ലക് നാമ? നമുക്കറിയാം അമീർ ഖുസ്രോ ആണ് തുഗ്ലക് നാമ എന്നുള്ള ബുക്ക് എഴുതിയിരിക്കുന്നത്. തെറ്റിക്കരുത്. എന്താണ് ഈ പറഞ്ഞ ഗിയാസുദ്ദീൻ തുഗ്ലക്ക്? തെറ്റിക്കരുത്, കാര്യം വേറെ 2-3 തുഗ്ലക്സ് ഉള്ളതാണ്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ ബയോഗ്രഫിയാണ് തുഗ്ലക് നാമ. ആരാണ് എഴുതിയിരിക്കുന്നത്? അമീർ ഖുസ്രോ ആണ് ചെയ്തിരിക്കുന്നത്. അമീർ ഖുസ്രോ ആണ് ഈ പറഞ്ഞിട്ടുള്ള തുഗ്ലക് നാമയുടെ ഓതർ ആരാണ്? അമീർ ഖുസ്രോ ആണെന്ന് ഓർത്തിരിക്കുക. തുഗ്ലക് നാമ എന്ന് പറഞ്ഞ് ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ ബയോഗ്രഫിയാണ് അല്ലെങ്കിൽ ജീവചരിത്രമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഈ പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. തുഗ്ലക്കാബാദ് എന്നൊരു സ്ഥലമുണ്ട്. എന്താണ്? തുഗ്ലക്കാബാദ് എന്നൊരു സ്ഥലമാണ് ഡൽഹിയിൽ. നമ്മുടെ 3rd സിറ്റി ഓഫ് ഡൽഹി ഇവിടെ ഉണ്ട്. തുഗ്ലക്കാബാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള തുഗ്ലക്കാബാദ് ഡൽഹിയിൽ കൺസ്ട്രക്ട് ചെയ്ത ആളാരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. ഈ തുഗ്ലക്കാബാദ് നമ്മൾ പറയുന്നത് 3rd സിറ്റി ഓഫ് ഡൽഹി. ഡൽഹിയിലെ 3ാമത്തെ, നമ്മൾ പറഞ്ഞാണ് സെക്കൻഡ് സിറ്റി എന്ന് പറഞ്ഞാൽ സിറി ആയിരുന്നു അല്ലേ? സിറീസ് നഗരമായിരുന്നു 2nd സിറ്റി ഓഫ് ഡൽഹി എന്ന് പറഞ്ഞത്. അതുപോലെ 3rd സിറ്റി ഓഫ് ഡൽഹി എന്ന് പറഞ്ഞാൽ എന്താണ്? തുഗ്ലക്കാബാദ് ആണെന്ന് ഓർത്തിരിക്കുക. ഡൽഹിയിലെ 3ാമത്തെ നഗരമാണ്. നിർമ്മിച്ചത് ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. തെറ്റിക്കരുത് കേട്ടോ. ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ തുഗ്ലക്കാബാദിൻ്റെ ഫൗണ്ടർ ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. 3rd സിറ്റി ഓഫ് ഡൽഹി നമ്മൾ വിളിക്കുന്നത് എന്തിനെയാണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള തുഗ്ലക്കാബാദിനെയാണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇതിനകത്ത് പറയുമ്പോൾ ഈ റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ വരാൻ കാര്യം പുള്ളി എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ മുസ്ലിംസിനുള്ള ടാക്സ് കുറയ്ക്കുകയും ഹിന്ദുസിൻ്റെ ടാക്സ് റേറ്റ് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിംസിൻ്റെ ടാക്സ് കുറച്ചിട്ട് ഹിന്ദുസിൻ്റെ ടാക്സിൻ്റെ റേറ്റ് കൂട്ടുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മളതുപോലെ തന്നെ എന്താണ് ഇന്ത്യനെ കലാൽ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത സുൽത്താൻ ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്കാണ് കേട്ടോ. ഫിറോസ് ഷാ ആണ് ചെയ്യുന്നത്. ഇവിടുത്തെ കനാൽ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആരാണ്? ഫിറോസ് ഷാ ആണ് നോക്കിക്കുന്നത്. ഫിറോസ് ഷാ തുഗ്ലക്കാണ് കനാൽ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ പറഞ്ഞിട്ടുള്ള ഫിറോസ് ഷാ തുഗ്ലക്കാണ് ആ ഒരു സമയത്ത് നമ്മുടെ യമുനയിലും സത്ലജിലും കനാൽ പണിയുന്നത്. യമുന കനാലും സത്ലജ് കനാലും പണിയുന്നത് ആരാണ്? നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്കാണ് നോക്കിയത് കേട്ടോ. യമുന കനാലും സത്ലജ് കനാലും പണിയുന്ന ആരാണ്? നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്കാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാൻ നോക്കി, ഈ പറഞ്ഞിട്ടുള്ള ഗിയാസുദ്ദീൻ തുഗ്ലക്ക് അല്ലെങ്കിൽ നമ്മുടെ തുഗ്ലക് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്ക് അല്ലെങ്കിൽ തുഗ്ലക് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ് ചെയ്യുന്നത്? ഇന്ത്യയിലെ കനാൽ സിസ്റ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ആ കനാൽ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഓർത്തിരിക്കുക, ഫിറോസ് ഷാ തുഗ്ലക്ക് പണിഞ്ഞ കനാൽസ് ആണ് യമുനയിലുള്ള കനാലും സത്ലജ് കനാലും. തെറ്റിക്കരുത്, യമുന കനാലും സത്ലജ് കനാലും പണിയുന്ന ആരാണ്? നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്കാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പുള്ളി കൊണ്ടുവന്ന വേറെ സംഭവം എന്താണ്?
റിലീജിയസ് റിസർവേഷൻ പുള്ളിക്ക് ഉണ്ടായിരുന്നു. മുസ്ലിംസിനുള്ള ടാക്സ് കുറയ്ക്കുകയും ഹിന്ദുസിനുള്ള ടാക്സ് പുള്ളി കൂട്ടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തുഗ്ലക്കാബാദ് എന്നുള്ള നഗരം പണിയുന്നത് ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. ഈ തുഗ്ലക്കാബാദ് നമ്മൾ എന്ത് വിളിക്കും? തേർഡ് സിറ്റി ഓഫ് ഡൽഹി എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? നമ്മുടെ തുഗ്ലക്കാബാദിനെയാണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നോക്കിയോ, ഇത് കൂടാതെന്ന് പറയുമ്പോൾ പുള്ളി കൊണ്ടുവന്ന വേറൊരു സംഭവം എന്താണെന്ന് അറിയാമോ? നമ്മുടെ സദസ്സിൽ സംഗീതം നിർത്തലാക്കിയ രാജാവാണ് ആര്? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. തെറ്റിക്കരുത്. സംഗീതം സദസ്സിൽ നിരോധിച്ച സുൽത്താൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിയാസുദ്ദീൻ തുഗ്ലക്കാണെന്ന് ഓർത്തിരിക്കുക. സംഗീതം സദസ്സിൽ നിരോധിച്ച രാജാവാണ് ഈ പറഞ്ഞിട്ടുള്ള, അല്ലെ സുൽത്താനാണ് ആര്? നമ്മുടെ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം തെറ്റിക്കരുത്. ഇതെന്ന് പറയുമ്പോൾ സുൽത്താനാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. സംഗീതം നൃത്തമൊക്കെ ഇവ നിരോധിച്ച മുഗൾ ചക്രവർത്തി എന്ന് വെച്ചാൽ ഔറംഗസീബാണ് കേട്ടോ. ഔറംഗസീബ് എന്ന് പറഞ്ഞാൽ മുഗൾ ചക്രവർത്തിയാണ്. സംഗീതവും ഡാൻസും വെച്ചാൽ പാട്ടും ഡാൻസും ഒക്കെ സദസ്സിൽ നിരോധിച്ച മുഗളാണ് ആര്? നമ്മുടെ ഔറംഗസേബ്. ഔറംഗസേബാണ് എന്തോ ചെയ്തിരിക്കുന്നത്? ഇത് മുഗളാണ്. സംഗീതം സദസ്സിൽ നിരോധിച്ച മുഗൾ ചക്രവർത്തിയാണ് ആര്? ഔറംഗസീബ് എന്ന് പറയുമ്പോൾ സംഗീതം നിരോധിച്ച സുൽത്താനാണ് ആര്? നമ്മുടെ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ഓർത്തിരിക്കുക കേട്ടോ. ഗിയാസ് തുഗ്ലക്കാണ് എന്തോ ചെയ്തിരിക്കുന്നത്? സംഗീതം സദസ്സിൽ നിരോധിച്ച സുൽത്താനാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. സംഗീതം സദസ്സിൽ നിരോധിച്ച മുഗൾ ചക്രവർത്തിയാണ് ആര്? ഔറംഗസേബ്. തിരിഞ്ഞു പോകരുത് കേട്ടോ, ഇത് രണ്ടും ചോദിച്ചാൽ തിരിഞ്ഞു പോകരുത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇന്ത്യയിലെ കനാൽ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. യമുന കനാലും സത്ലജ് കനാലും കൺസ്ട്രക്ട് ചെയ്യുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കാണെന്ന് ഓർത്തിരിക്കുക. തുഗ്ലക്കാബാദ് എന്നുള്ള സിറ്റി, ഡൽഹിയിലുള്ള തേർഡ് സിറ്റി എന്ന് വിളിക്കുന്ന തുഗ്ലക്കാബാദ് കൺസ്ട്രക്ട് ചെയ്തത് ആരാണ്? നമ്മുടെ ഗിയാസുദ്ദീൻ തുഗ്ലക്കാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ പുള്ളി 1320 തൊട്ട് 325 വരെയാണ് പുള്ളി ഭരിക്കുന്നത്. ഈ 325 ഗിയാസുദ്ദീൻ തുഗ്ലക്ക് മരിച്ചു ചെയ്യുന്നത്. നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ഇടിഞ്ഞ് വീണിട്ടാണ് പുള്ളി മരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ തുഗ്ലക്ക് ഡൈനാസ്റ്റിയുടെ ഫസ്റ്റ് റൂളർ. അതൊക്കെ നെക്സ്റ്റ് സുൽത്താനാണ് ആര്? നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. തെറ്റിക്കരുത്, മറ്റേത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്, ഇത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. ഈ പുള്ളിയാണ് 1325 തൊട്ട് 1351 വരെ തുഗ്ലക്ക് ഡൈനാസ്റ്റിയുടെ റൂളർ ആയിരുന്ന ആര്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഓർത്തിരിക്കുക. പുള്ളിയുടെ ഒറിജിനൽ പേരെന്താണ്? ജുനാഖാൻ എന്നാണ് കേട്ടോ. ജുനാഖാൻ നമ്മൾ വിളിക്കുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെയാണെന്ന് ഓർത്തിരിക്കുക. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന് ഒറിജിനൽ പേരെന്തായിരുന്നു? ഗാസി മാലിക് എന്നാണ് കേട്ടോ. ഗാസി മാലിക് എന്നാണ് നമ്മുടെ ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ഒറിജിനൽ പേര്. അതുപോലെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഒറിജിനൽ പേരെന്താണ്? ജുനാഖാൻ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. നമ്മുടെ മെഡിക്കൽ സയൻസ്, ഫിലോസഫി, മാത്സ് അതിനകത്തെല്ലാം പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ലോജിസ്റ്റിക്സ് അതിനകത്തെല്ലാം പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയായിരുന്നു നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഓർത്തിരിക്കുക. തെറ്റിക്കരുത്. ഈ പുള്ളി എല്ലാ കാര്യങ്ങളിലും പ്രഗത്ഭനായിരുന്ന ഒരു സുൽത്താൻ, തുഗ്ലക്ക് ഡൈനാസ്റ്റിയിലെ സുൽത്താൻ ആയിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഓർത്തിരിക്കുക. മെഡിക്കൽ സയൻസിൽ ഉണ്ടായിരുന്നു, ഫിലോസഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, മാത്സ് ഉണ്ട്. അതിനകത്ത് എല്ലാം പുള്ളിക്ക് നോളജ് ഉണ്ടായിരുന്ന ആളാണ് നമ്മുടെ ജുനാഖാൻ അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുമ്പോൾ. പുള്ളിയുടെ ഡ്യൂറേഷൻ 1325 തൊട്ട് 1351 വരെയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഈ പറഞ്ഞ പുള്ളി എന്ന് പറയുമ്പം ഈ ഇബ്നു ബത്തൂത്ത എന്ന് പറഞ്ഞാൽ ഇബ്നു ബത്തൂത്തയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണിത്. ഈ കിതാബുൽ റഹ്ല എന്ന് പറയുന്നത്. കിതാബുൽ റഹ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്നു ബത്തൂത്തയുടെ ഒരു ട്രാവലോഗാണ് അല്ലെങ്കിൽ യാത്രാ വിവരണമാണെന്ത്? കിതാബുൽ റഹ്ല എന്നുള്ള ബുക്ക് ഇബ്നു ബത്തൂത്തയുടെ ഒരു യാത്രാ വിവരണമാണെന്ന് ഓർത്തിരിക്കുക. ഈ ഇബ്നു ബത്തൂത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ ജുനാഖാൻ അല്ലെങ്കിൽ നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് സദസ്സിലുണ്ടായിരുന്ന ഒരാളാണ്. പുള്ളി ഒരു മൊറോക്കൻ ട്രാവലർ ആയിരുന്നു. പുള്ളി ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇബ്നു ബത്തൂത്തയെ എന്തായിട്ട് ഇവിടെ നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് കാസി ഓഫ് ഡൽഹി ആയിട്ട് ഹയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പുള്ളി ഇവിടെ വന്നതിനെക്കുറിച്ച് എഴുതിയ ഒരു ബുക്കാണ് നമ്മുടെ കിതാബുൽ റഹ്ല എന്ന് പറയുന്നത്. തെറ്റിക്കരുത്, കിതാബുൽ റഹ്ല എന്ന് പറഞ്ഞാൽ ഇബ്നു ബത്തൂത്തയുടെ ബുക്കാണെന്ന് ഓർത്തിരിക്കുക. പുള്ളി ഒരു മൊറോക്കൻ ട്രാവലർ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. തെറ്റിക്കരുത്. എന്താണ്? ഇബ്നു ബത്തൂത്തയുടെ ബുക്കാണിത് കിതാബുൽ റഹ്ല. പുള്ളി ഒരു മൊറോക്കൻ ട്രാവലർ ആണെന്ന് ഓർത്തിരിക്കുക. ഇതേ ഇബ്നു ബത്തൂത്തയാണ് നമ്മുടെ തുഗ്ലക്കിനെ, മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ എന്ത് വിളിക്കുന്നത്? നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിളിക്കുന്നത് ഇബ്നു ബത്തൂത്തയാണ്. ഈ പറഞ്ഞ പുള്ളിക്ക് കുറേ പേരുണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് പാഗൽ പാദുഷാ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് പുള്ളിയാണ്. പാഗൽ പാദുഷാ എന്നൊക്കെ അവിടുത്തെ ജനങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പുള്ളിയെ ഒരു ഡിസ്ക്രൈബ് ചെയ്തൊരു സംഭവമാണ് ഇബ്നു ബത്തൂത്ത പറഞ്ഞത്. എന്താണ്? നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് ഇബ്നു ബത്തൂത്ത വിളിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെയാണെന്ന് ഓർത്തിരിക്കുക. പുള്ളിയുടെ ഇബ്നു ബത്തൂത്തയുടെ ബുക്കാണ് നമ്മുടെ കിതാബുൽ റഹ്ല എന്ന് ഓർത്തിരിക്കുക. എന്താണ്? ഒരു ട്രാവലോഗാണെന്ന് മറന്നു പോകരുത്. കിതാബുൽ റഹ്ല എന്നൊരു ട്രാവലോഗാണ്. ഇബ്നു ബത്തൂത്ത ഒരു ട്രാവലറാണ്, ഒരു മൊറോക്കൻ ട്രാവലറായിരുന്നു ഇബ്നു ബത്തൂത്ത. ക്ലിയർ ആണല്ലോ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കോർട്ടിലുണ്ടായിരുന്ന ഹിസ്റ്റോറിയനാണ് ആര്? സിയാസുദ്ദീൻ ബറാനി.
സിയാസുദ്ദീൻ ബറാനിയുടെ ബുക്കാണെന്ത് താരിഖ്-ഇ ഫിറോസ് ഷാഹി എന്ന് പറഞ്ഞാൽ താരിഖ്-ഇ ഫിറോസ് ഷാ ബുക്കിൻ്റെ ഒക്കെ പേര് പഠിക്കണം. താരിഖ്-ഇ ഫിറോസ് ഷാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിയാസുദ്ദീൻ ബറാനിയുടെ ബുക്കാണെന്ന് ഓർത്തിരിക്കുക. ഈ ബുക്കിലാണ് എന്ത് തുഗ്ലക് ഡൈനാസ്റ്റിയെക്കുറിച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സിയാസുദ്ദീൻ ബറാനിയുടെ ബുക്കാണ് എന്ത് താരിഖ്-ഇ ഫിറോസ് ഷാഹി എന്ന് ഓർത്തിരിക്കുക. ഈ പുള്ളി എന്തായിരുന്നു ഈ സിയാസുദ്ദീൻ ബറാനി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കോർട്ടിലുള്ള ഹിസ്റ്റോറിയൻ ആയിരുന്നു ഓർത്തിരിക്കുക. ഇതെല്ലാം ഞാൻ പറഞ്ഞാണ്. നമ്മൾ ഇതെന്ന് പറയുമ്പം ഈ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് സ്പെക്ട്രത്തിലുള്ള നോട്ടിൻ്റെ മിക്സും പിന്നെന്ന് പറയുമ്പോഴത്തേക്കിന് എം എ ഹിസ്റ്ററിക്ക് അവർക്കൊരു സബ്ജക്റ്റിന് പഠിക്കാനുണ്ട്. എന്താണ് ഈ മെഡീവൽ ഇന്ത്യയുടെ ഹിസ്റ്ററി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഒരു സബ്ജക്റ്റ് പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതിനകത്തുള്ള നോട്ടിൻ്റെ മിക്സ് ആണ് ഇത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം പഠിക്കുക. അപ്പോൾ എന്താണ് കിതാബുൽ റിഹ്ല പറഞ്ഞാൽ ഇബ്നു ബത്തൂത്തയുടെ ബുക്കാണ്. താരിഖ്-ഇ ഫിറോസ് ഷാഹി എന്ന് പറഞ്ഞാൽ എന്താണ് സിയാസുദ്ദീൻ ബറാനിയുടെ തുഗ്ലക് ഡൈനാസ്റ്റിയെക്കുറിച്ച് പറയുന്ന ഒരു ബുക്കാണ്, അല്ലെങ്കിൽ ഒരു വർക്കാണ് ഈ പറഞ്ഞിട്ടുള്ള താരിഖ്-ഇ ഫിറോസ് ഷാഹി എന്ന് ഓർത്തിരിക്കുക. എന്താ നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ അഗ്രികൾച്ചർ റീഫോംസിന് മെയിൻ ആണെന്ത് ദിവാനി അമീറി കോഹി അല്ലെങ്കിൽ ദിവാനി കോഹി എന്ന് ചിലപ്പോൾ ചോദിക്കാനുണ്ട്. ദിവാനി അമീറി ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ദിവാനി കോഹി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ. ഒരു സെപ്പറേറ്റ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരാണെന്ത് ദിവാനി അമീറി കോഹി അല്ലെങ്കിൽ എന്താണ് ദിവാനി കോഹി നോത്തിരിക്കുക. ദിവാനി കോഹി എന്ന് പറഞ്ഞാൽ സുൽത്താനേറ്റ് സമയത്തുണ്ടായിരുന്ന തുഗ്ലക് ഡൈനാസ്റ്റി സമയത്തുണ്ടായിരുന്ന അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരാണെന്ത് ദിവാനി കോഹി നോത്തിരിക്കുക. അതുപോലെ ഈ തക്കാവി എന്നുള്ളതെന്ന് പറഞ്ഞാൽ ചീപ്പായിട്ടുള്ള നമ്മുടെ ലോണാണ് കേട്ടോ. തക്കാവി എന്ന് പറയുമ്പോഴത്തേക്കിന് ചീപ്പ് അഗ്രികൾച്ചറൽ ലോൺസ് ആയിരുന്നു എന്ത് തക്കാവി എന്ന് പറയുന്നത് കേട്ടോ. തക്കാവി എന്ന് പറഞ്ഞാൽ എന്താണ് ചീപ്പായിട്ടുള്ള അഗ്രികൾച്ചറൽ ലോൺസ് ആണിത് തക്കാവി. ഈ പറഞ്ഞ ദിവാനി അമീറി കോഹി അല്ലെങ്കിൽ ദിവാനി കോഹിയും തക്കാവി ലോൺസും കൊണ്ടുവന്ന ആരാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. രണ്ടും അഗ്രികൾച്ചർ റിലേറ്റഡ് ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ, തെറ്റിക്കരുത്. എന്താണ് ദിവാനി അമീറി കോഹി അല്ലെങ്കിൽ ദിവാനി കോഹി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരാണ്. തക്കാവി എന്നുള്ള ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ് അതെന്താണ് ചീപ്പായിട്ടുള്ള അഗ്രികൾച്ചറൽ ലോൺസ് ആണെന്ത് തക്കാവി എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറൽ റീഫോംസ് ആണ് നോക്കിയിരിക്കുക പുള്ളിയുടെ. ഇപ്പോൾ നോക്കി ഇനി ഈ പറയുന്നതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വൈസസ് ഫൂൾ ഇൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ബുദ്ധിമാനായ വിഡ്ഢി എന്നൊക്കെ നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിളിക്കുന്നത് വിൻസെൻറ്റ് സ്മിത്ത് എന്നൊരാൾ കേട്ടോ. വിൻസെൻറ്റ് സ്മിത്ത് എന്നൊരാളുണ്ട്. വിൻസെൻറ്റ് സ്മിത്ത് എന്നൊരു ആളുണ്ട്. പുള്ളിയാണ് ഈ പറഞ്ഞിട്ടുള്ള മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ എന്ത് വിളിക്കുന്നത് ബുദ്ധിമാനായ വിഡ്ഢി എന്ന് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിളിക്കുന്ന ആരാണ് വിൻസെൻറ്റ് സ്മിത്ത് ആണെന്ന് മനസ്സിലാക്കി. നമ്മൾ പറഞ്ഞാണ് എന്ത് പാഗൽ പാദുഷാ എന്ന് ജനങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെയാണ്. നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് ഈ പറഞ്ഞ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിളിച്ചത് നമ്മുടെ ഇബ്നു ബത്തൂത്ത ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പുള്ളിക്കുണ്ടായിരുന്ന ഒരു അപരനാമമാണ് ഈ പറഞ്ഞ വൈസസ് ഫൂൾ ഇൻ ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ബുദ്ധിമാനായ വിഡ്ഢി എന്ന് പുള്ളിയെ വിളിച്ചത് ആരാണ് വിൻസെൻറ്റ് സ്മിത്ത് ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇത് നോക്കിയേ ഈ സുൽത്താനേറ്റ്സിൻ്റെ ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് ആരാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ പേര് തുഗ്ലക് എന്ന് പഠിച്ചു വെക്കരുത്, കറക്റ്റ് പേര് പഠിക്കട്ടോ. മറ്റേത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്, ഇത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ സുൽത്താനേറ്റ്സിൻ്റെ ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് ആരാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. എന്താണ് സുൽത്താനേറ്റ്സിൻ്റെ ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് ആരാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പുള്ളി ദേവഗിരിയെ റീനെയിം ചെയ്തിട്ട് ദൗലത്താബാദ്, ഇതിൻ്റെ സ്പെല്ലിംഗ് നോക്കുക, ദൗലത്താബാദ് എന്ന് ഇതിനെ പേര് മാറ്റുന്നത് ആരാണ് ദൗലത്താബാദ് എന്ന് ദേവഗിരിയുടെ പേര് ചേഞ്ച് ചെയ്യുന്നത് ആരാണ് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. തെറ്റിക്കരുത്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് സുൽത്താനേറ്റ്സിൻ്റെ ക്യാപിറ്റൽ ദേവഗിരിയിലോട്ട് മാറ്റുന്നത് ആരാണ് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. ഈ ദേവഗിരിയുടെ പേര് മാറ്റി ദൗലത്താബാദ് എന്നാക്കുന്നത് ആര് തന്നെയാണ്, പുള്ളിയാണ് ഇതിനെ റീനെയിം ചെയ്യുന്നത്. ദൗലത്താബാദ് എന്ന് ദേവഗിരിയുടെ പേര് ചേഞ്ച് ചെയ്യുന്നത് ആരാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണെന്ന് ഓർത്തിരിക്കുക. തെറ്റിക്കരുത് കേട്ടോ, തെറ്റിക്കരുത്. എന്തൊക്കെയാണ് ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. ദേവഗിരിയുടെ പേര് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ദൗലത്താബാദ് എന്നാക്കുന്നത് ആര് തന്നെയാണ് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഇന്ത്യയിലെ ടോക്കൺ കോയിൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. എന്താണ് ഇന്ത്യയിലെ ടോക്കൺ കോയിൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക എന്താണ് ഇന്ത്യയിൽ ഒരു ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് റൂളർ ആരാണെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. ഇന്ത്യയിൽ ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് റൂളർ എന്ന് പറയാൻ ആരാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം കോപ്പറിലും ബ്രോൺസിലും ഉള്ള കോയിൻസ് ആണ് പുള്ളി കൊണ്ടുവരുന്നത്. അതുതന്നെ പിന്നീട് അത് പുള്ളി തന്നെ അത് പിൻവലിക്കുന്നുണ്ട്. പക്ഷേ ഓർത്തിരിക്കുക ഇന്ത്യയിൽ ആദ്യമായിട്ട്
എന്താണ് ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക. ഈ കോയിൻസ് പറയുമ്പോഴത്തേക്കിന് കോപ്പറിലും ബ്രോൺസിലും ഉള്ളതാണ് നോക്കിയാണ്. കോപ്പർ ബ്രോൺസ് കോയിൻസ് ആയിരുന്നു നമ്മൾ ഈ ടോക്കൺ കോയിൻസ് എന്ന് പറയുമ്പോഴത്തേക്കിന് അത് കൊണ്ടുവരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. അതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ ഡൽഹി ടു ദേവഗിരി ഷിഫ്റ്റ് ചെയ്ത പുള്ളിയാണ്. ദേവഗിരിയുടെ പേര് മാറ്റി ദൗലത്താബാദ് എന്നാക്കുന്നത് ആര് തന്നെയാണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മുഹമ്മദ് ബിൻ തുഗ്ലക് ആണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ പുള്ളി എന്തോ ചെയ്യുന്നത്, ഡൽഹിയിലെ 4th സിറ്റി ഓഫ് ഡൽഹി എന്ന് വിളിക്കുന്ന ജഹൽപാന എന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. ജഹൽപാന എന്താണ്? ജഹൽപാന എന്നുള്ള ഇതിനെയാണ് നമ്മൾ 4th സിറ്റി ഓഫ് ഡൽഹി, ജഹൽപാന എന്ന് വിളിക്കുന്ന 4th സിറ്റി ഓഫ് ഡൽഹി എന്നല്ല നമ്മൾ വിളിക്കുന്ന സിറ്റി കൺസ്ട്രക്ട് ചെയ്ത ആരാണ്? നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ജഹൽപാന എന്നാണ്. ജഹൽപാന എന്നുള്ള ഡൽഹിയിലെ സിറ്റി കൺസ്ട്രക്ട് ചെയ്യുന്നത് ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ഇതിനെയാണ് നമ്മൾ 4th സിറ്റി ഓഫ് ഡൽഹി എന്ന് വിളിക്കുന്നത്. ഏതിനെയാണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ജഹൽപാനയാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. 3rd സിറ്റി ഓഫ് ഡൽഹി എന്ന് വിളിക്കുന്ന തുഗ്ലക്കാബാദിനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ആരാണ്? അത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. ഇത് 4th സിറ്റി ഓഫ് ഡൽഹി എന്ന് വിളിക്കുന്ന ഏതാണ്? ജഹൽപാന അല്ലെങ്കിൽ 4th സിറ്റി ഓഫ് ഡൽഹി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ജഹൽപാന എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, ജഹൽപാന എന്നാണ് സിറ്റിയുടെ പേര് കേട്ടോ. ഡൽഹിയിൽ നിർമ്മിച്ച നഗരമാണ്. ഡൽഹിയിലെ 4ാമത്തെ നഗരമാണെന്ത്? ജഹൽപാന എന്ന് ഓർത്തിരിക്കണേ, തെറ്റിക്കരുത്. അപ്പോൾ ഇത്ര ഓർത്തിരിക്കുക. ടോക്കൺ സിസ്റ്റം കൊണ്ടുവന്ന പുള്ളിയാണെന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ. ഇത് വേണമെന്നില്ല, ജസ്റ്റ് ഇതൊന്നും എനിക്ക് തോന്നുന്നു ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഈ സംഭവം ചോദിച്ചിട്ടുള്ളതാണ്. എന്ത് ഓർത്തിരിക്കുക? ഈ പറഞ്ഞിട്ടുള്ള മൊയ്നുദ്ദീൻ ചിഷ്ടിയുടെ ടോംബ് സന്ദർശിച്ച ഫസ്റ്റ് സുൽത്താനാണ് ആര്? നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്. തെറ്റിക്കരുതാണ്. മൊയ്നുദ്ദീൻ ചിഷ്ടിയുടെ ടോംബ് സന്ദർശിച്ച ആദ്യത്തെ സുൽത്താനാണ് ആര്? നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് ഓർത്തിരിക്കണേ, തെറ്റിക്കരുത്. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള നിയാസുദ്ദീൻ ഔലിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ടോംബ് കൺസ്ട്രക്ട് ചെയ്തത് ആര് തന്നെയാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണെന്ന് ഓർത്തിരിക്കണേ. മൊയ്നുദ്ദീൻ ചിഷ്ടിയുടെ ടോംബ് സന്ദർശിച്ച ഫസ്റ്റ് സുൽത്താൻ ആരാണ്? ഈ പറഞ്ഞിട്ടുള്ള മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് എന്ന് ഓർത്തിരിക്കും. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യം നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ഓർത്തിരിക്കണം. നോക്കിയാൽ നമ്മുടെ നെക്സ്റ്റ് റൂളറാണ് ആര്? ഫിറോസ് ഷാ തുഗ്ലക്. മറന്നു പോരുത്. ആദ്യത്തെ ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. രണ്ടാമത്തെ മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. 3rd സുൽത്താനാണ് നമ്മുടെ മുഗളിനകത്തുള്ളത്. തുഗ്ലക് ഡൈനാസിലെ 3rd റൂളറാണ് നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക് എന്ന് ഓർത്തിരിക്കുക. 1351 തൊട്ട് 1388 വരെ നമ്മുടെ തുഗ്ലക് ഡൈനാസ്റ്റിയുടെ ഹെഡായിരുന്ന ആര്? ഫിറോസ് ഷാ തുഗ്ലക്. പുള്ളി എന്ന് പറയുമ്പോഴത്തേക്കിന് ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി ഈ കൂട്ടത്തിൽ ആരായിരുന്നു? ഫിറോസ് ഷാ ആയിരുന്നു. ഓർത്തിരിക്കട്ടെ. ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി ആരായിരുന്നു? ഫിറോസ് ഷാ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഫുട്ടത്ത് ഫിറോസ് ഷാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ മെമ്മോയർ അല്ലെങ്കിൽ ഒരു ആത്മകഥ എന്ന് പറയാം കേട്ടോ. ഓർത്തിരിക്കണം. എന്താണ് ഫുട്ടത്ത് ഫിറോസ് ഷാ എന്ന് പറഞ്ഞാൽ ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ മെമ്മോയർ ആണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ദലാലി ഫിറോസ് ഷാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സാൻസ്ക്രിറ്റിലുണ്ടായിരുന്ന അതുപോലെ നേപ്പാളിലുള്ള ട്രാൻസ്ക്രിപ്റ്റ്സ് എല്ലാം കൂടി എടുത്തിട്ട് അത് പേർഷ്യൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്ത ബുക്കാണ് എന്ത്? ദലാലി ഫിറോസ് ഷാഹി എന്ന് പറഞ്ഞാൽ തെറ്റിക്കരുത്. ഇതെന്ന് പറയുമ്പം പുള്ളിയല്ല ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അരസുദ്ദീൻ ഖാൻ എന്നുള്ള ഒരാളെ കൊണ്ട് പുള്ളി ചെയ്യിക്കുന്നതാണ് എന്ത്? ഈ പറഞ്ഞിട്ടൊക്കെ കൺവേർഷൻ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തിരിക്കുന്ന ആരാണ്? അരസുദ്ദീൻ ഖാൻ എന്നുള്ള ഒരു ആളെ കൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള സാൻസ്ക്രിറ്റിലുണ്ടായിരുന്നു അതുപോലെ തന്നെ നേപ്പാളിലുണ്ടായിരുന്ന കുറേ മാൻസ്ക്രിപ്റ്റ്സ് എന്ത് ചെയ്യുന്നത്? പേർഷ്യനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ദലാലി ഫിറോസ് ഷാഹി എന്നുള്ള പേര് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ബുക്കിനെ ഒരു ഓർത്തിരിക്കുക. ഫുത്തത്തിൽ ഫിറോസ് ഷാ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പുള്ളിയുടെ മെമ്മോയറാണ്. ദലാലി ഫിറോസ് ഷാഹി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ട്രാൻസ്ക്രിപ്റ്റ്സിൻ്റെ കൺവേർട്ട് ചെയ്ത് പേർഷ്യനിൽ എഴുതിയ ബുക്കാണ് എന്ത്? ദലാലി ഫിറോസ് ഷാഹി എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക കേട്ടോ. ദാരുൽ ഷഫ എന്ന് പറഞ്ഞാൽ ഫ്രീ മെഡിക്കൽ കേട്ടോ. ദാരുൽ ഷഫ എന്ന് പറഞ്ഞാൽ ഫ്രീ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നൊരു സംഭവം പുള്ളി കൊണ്ടുവന്നത് കേട്ടോ. എന്താണ്? അല്ലെങ്കിൽ ഫ്രീ ഹോസ്പിറ്റൽസ് ആണ് ദാരുൽ ഷഫ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഫ്രീ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പുള്ളി കൊണ്ടുവന്നൊരു സംഭവമാണെന്ത്? ദാരുൽ ഷഫ എന്ന് ഓർത്തിരിക്കുക കേട്ടോ, തെറ്റിക്കരുത്. ദാരുൽ ഷഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്രീ ഹോസ്പിറ്റൽസ് എന്ന് ഓർത്തിരിക്കുക. എന്താണ്? ദാരുൽ ഷഫ എന്ന് ഓർത്തിരിക്കുക. ഇനി എന്താണ്? ദിവാനി ബന്ധകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലേവുകളുടെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നത് ദിവാനി ബന്ധകൻ. മറന്നു പോകരുത്. ഈ ഫിറോസ് ഷാ തുഗ്ലക്കാണ് ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ അടിമകളെ കൊണ്ടുപോകുന്ന നിർത്തലാക്കുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. അടിമകളെ ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നിർത്തലാക്കുന്നത് ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്കാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സ്ലേവ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരാണെന്ത്? ദിവാനി ബന്ധകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലേവിൻ്റെ. ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ നിങ്ങളുടെ 5-6 പ്രാവശ്യം റാൻഡമായിട്ട് വായിച്ച് പോകുമ്പം
ആ പേരങ്ങ് ഓർത്തോളും. നിങ്ങൾ കാണാതെ ഇത് പഠിച്ചില്ലെങ്കിൽ പോലും നമ്മളത് ക്വസ്റ്റ്യൻ പേപ്പർ കാണും, അത് ഓർത്തോളും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ പേരൊന്നും കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. അത് ഞാൻ പറഞ്ഞത് കാണാൻ അറിയണം എന്ന് നിർബന്ധമില്ല, കാരണം നമ്മൾ ഈ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കുക, അപ്പോൾ അത് കറക്റ്റ് ഓർത്തോളുമേ. അപ്പോൾ നോക്കി എന്താണ് ദിവാനി ഖൈറത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ചാരിറ്റി ഓഫീസിൻ്റെ പേരാണ് ദിവാനി ഖൈറത്ത് എന്ന് പറയുമ്പോൾ. ദിവാനി ബന്ധകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്ലേവ്സ് ആണെന്ന് ഓർത്തിരിക്കുക. സ്ലേവ്സിനെ ഇന്ത്യയിൽ നിന്ന് വേറെ രാജ്യങ്ങളിലോട്ടുള്ള ട്രാൻസ്ഫർ അത് നിർത്തലാക്കുന്നത് ആരാണ്? നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക് ആണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി അതുപോലെ റെസ്റ്റ് ഹൗസസ് കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക് ആണ്. എന്താണ് നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുള്ള സരായിസ് എന്ന് പറഞ്ഞ റെസ്റ്റ് ഹൗസസ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ആരാണ്? നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക് ആണെന്ന് ഓർത്തിരിക്കുക. ദിവാനി ബന്ധാകൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അടിമകൾക്ക് വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ആണത് ദിവാനി ബന്ധാകൻ എന്ന് പറഞ്ഞാൽ. ദിവാനി ഖൈറത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ചാരിറ്റിയുടെ ഓഫീസാണ് ദിവാനി ഖൈറത്ത് എന്ന് പറയുമ്പോൾ. ദാരുൽ ഷഫ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹോസ്പിറ്റൽസ് ആണ് അല്ലേ? ഹോസ്പിറ്റൽസ് ആയിരുന്നു നമ്മുടെ ദാരുൽ ഷഫ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസ് ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള കൊത്തുവെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ അതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു സംഭവമാണ് കൊത്തുവെൽസ് എന്ന് പറയുന്നത്. അതൊന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. നമ്മൾ പറഞ്ഞ അതുപോലെ നമ്മൾ പറഞ്ഞാണ് ഈ കനാൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞാണ് ഓൾറെഡി അല്ലേ? നമ്മൾ പറഞ്ഞാണെന്ത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് ഇന്ത്യയിലെ കനാൽ സിസ്റ്റം കൊണ്ടുവരുന്നത്. പക്ഷേ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്തത് ആരാണ്? ഈ പറഞ്ഞിട്ടുള്ള ഫിറോസ് ഷാ തുഗ്ലക്കാണ്. നമ്മൾ പറഞ്ഞാണ് യമുനയിലെയും സത്ലജിലെയും കനാൽസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക് ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ പുള്ളിയാണ് ടോർച്ചറും പണിഷ്മെൻറ്റും ഒക്കെ ബാൻ ചെയ്ത പുള്ളി. അതുകൊണ്ടാണ് ഈ പുള്ളി നല്ല ആളെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രഗത്ഭനായ ഫനാദികൾ എന്ന് വിളിക്കാനുള്ള കാരണം ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊന്ന് ഓർത്തിരിക്കുക. നോക്കി, ഇനിയത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഈ പുള്ളിയാണ് ജസിയ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ജസിയ എന്നുള്ളൊരു ടാക്സിനെ സെപ്പറേറ്റ് ടാക്സ് ആയിട്ട് കൊണ്ടുവരുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. നേരത്തെ ലാൻഡ് ടാക്സിനെ കൂടെ അടച്ചുകൊണ്ടിരുന്നതാണ് ഈ ജസിയയും കൂടെ ചേർത്തിട്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ പുള്ളി എന്തോ ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ട് നോൺ മുസ്ലിംസിന് പുള്ളി എന്തോ കൊണ്ടൊരു ടാക്സ് കൊണ്ടുവരും. അതാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള ജസിയ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക. എന്ന് പറയുമ്പോൾ ലാൻഡ് ടാക്സിൻ്റെ കൂടെ ഉണ്ടാകുന്ന ടാക്സ് ആണ് പുള്ളി അത് സെപ്പറേറ്റ് ടാക്സ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഓർത്തിരിക്കുക ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ സമയത്ത് കുറേ ടൈപ്പ് ടാക്സ് ആണ്. അപ്പോൾ ഈ ലാൻഡ് ടാക്സിന് ജസിയ എന്ന് പറഞ്ഞാൽ നോൺ മുസ്ലിംസ് പേ ചെയ്യേണ്ട ടാക്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ലാൻഡ് ടാക്സിന് വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് ഖറാജ് എന്ന് വിളിക്കാം കേട്ടോ. ഖറാജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണെന്നല്ല. ഖറാജ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളിപ്പോൾ ലാൻഡ് ടാക്സിൻ്റെ പേരാണ് എന്ത്? ഖറാജ് എന്ന് പറഞ്ഞാൽ തെറ്റിക്കരുത്. ജസിയ എന്ന് പറഞ്ഞാൽ നോൺ മുസ്ലിംസ് പേ ചെയ്യേണ്ട ടാക്സ് ആയിരുന്നു. ഖറാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡ് ടാക്സ് സെപ്പറേറ്റ് ചെയ്ത് വരും. നേരത്തെ ലാൻഡ് ടാക്സിനെ കൂടാതെ ജസിയ ഉണ്ടാകും. ജസിയെ ലാൻഡ് ടാക്സിന് സെപ്പറേറ്റ് ചെയ്തിട്ട് ലാൻഡ് ടാക്സിനെ ഖറാജ് എന്നുള്ള പേരിൽ ലാൻഡ് ടാക്സ് കൊണ്ടുവരും. ജസിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ മുസ്ലിംസ് പേ ചെയ്യേണ്ട ടാക്സ് ആയിരുന്നത് ജസിയ എന്ന് പറഞ്ഞാൽ. പിന്നെ സക്കാത്ത് എന്ന് ഉള്ളൊരു സംഭവമാണ്. സക്കാത്ത് എന്നൊരു സംഭവം പുള്ളി കൊണ്ടുവരുന്നതാണ്. സക്കാത്ത് എന്നൊരു സംഭവം പുള്ളി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നോക്കി, സക്കാത്ത് എന്നൊരു ടാക്സ് തന്നെയായിരുന്നു. വെച്ചാൽ മുസ്ലിംസ് അവരുടെ ഇൻകത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇസ്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ഒരു സംഭവമാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ. തെറ്റിക്കരുത്. സക്കാത്ത് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ടാക്സ് ആയിരുന്നു നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ സമയത്തുള്ള ടാക്സ് ആയിരുന്നു സക്കാത്ത് എന്ന് പറയുമ്പോൾ. മുസ്ലിംസിൻ്റെ ഇൻകത്തിൽ നിന്ന് ഇസ്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ഒരു എമൗണ്ട് ആയിരുന്നു സക്കാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? തെറ്റിക്കരുത്. ഖറാജ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലാൻഡ് ടാക്സിൻ്റെ പേരാണ് ഖറാജ് എന്ന് പറഞ്ഞാൽ. ജസിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ മുസ്ലിംസ് പേ ചെയ്യേണ്ട ടാക്സ് ആയിരുന്നു എന്ത്? ജസിയ ആണെന്ന് ഓർത്തിരിക്കും. ജസിയ കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ നമുക്കറിയാം കുത്തബ് മിനാറിൻ്റെ ഇടയ്ക്കൊരു പ്രശ്നം വന്നിട്ട് അത് റിപ്പയർ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്കാണ്. അതുപോലെ തന്നെ പുള്ളി ഇരുന്ന സമയത്ത് കൺസ്ട്രക്ട് ചെയ്ത കുറേ ടൗൺസിൻ്റെ പേരാണിത്. പഠിക്കുക, കറക്റ്റായിട്ട് പഠിക്കുക. ഈ പുള്ളി ഇരുന്ന സമയത്ത് കുറേ ടൗൺസിൻ്റെ പേരാണിത്. നമുക്കറിയാം ഫിറോസ് ഷാ കോട്ല നമുക്ക് അറിയാവുന്നത് ക്രിക്കറ്റ് സ്റ്റേഡിയം ഉള്ളതാണ് ഫിറോസ് ഷാ കോട്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പറഞ്ഞ ഫിറോസ് ഷാ കോട്ട കൺസ്ട്രക്ട് ചെയ്ത ആ ടൗൺ കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്കാണെന്ന് ഓർത്തിരിക്കുക. അവിടെ അറിഞ്ഞോരിക്കുക ഫിറോസ് ഷാ കോട്ല ഫോർട്ട് പണിയുന്നതും ഇതേപോലെയാണ്. ഫിറോസ് ഷാ കോട്ല ഫോർട്ട് ഉണ്ട്, അതും എന്ത് തന്നെയാണ് നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്ക് പണിയുന്ന ഓർത്തിരിക്കുക. അപ്പോൾ ഫിറോസ് ഷാ കോട്ല പറഞ്ഞിട്ടുള്ള സിറ്റി പണിയുന്ന പുള്ളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹിസർ എന്നുള്ള നമ്മൾ ജനറൽ ഇതിനെ ഹിസർ എന്നാണ് വിളിക്കുന്നത്. ഹിസർ ഫിറോസ് എന്നാണ് വേണ്ട. നോക്കി, ഹിസർ എന്നുള്ള ടൗൺ ഹരിയാനയിൽ പണിയുന്നത് പുള്ളിയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ഉത്തർപ്രദേശിൽ ഫിറോസാബാദ് എന്നുള്ള സിറ്റി പണിയുന്നത് ആര് തന്നെയാണ്? നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്കാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ഒന്നെന്താണ്? ഫിറോസ് ഷാ കോട്ല എന്നുള്ള സിറ്റി പണിയുന്ന പുള്ളിയാണ്. ഹിസർ എന്നുള്ള സിറ്റി പണിയുന്ന പുള്ളിയാണ്. നമ്മുടെ ഫിറോസാബാദ് പണിയുന്ന പുള്ളിയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതുപോലെ ജൗൻപൂർ എന്നൊരു സിറ്റി ഉണ്ട്. ജൗൻപൂർ എന്നൊരു സിറ്റിയും പുള്ളിയാണ്. ജൗൻപൂർ
ജൗൻപൂർ എന്നുള്ള സിറ്റി ആര് തന്നെയാണ് പണിയെന്ന് ഓർത്തിരിക്കുക, നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക് ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യം കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഇതാണ് ഫിറോസ് ഷാ തുഗ്ലക്കിനെ കുറിച്ചിട്ടുള്ള സംഭവങ്ങൾ. ഇതാണ് ഫിറോസ് ഷാ തുഗ്ലക്കിനെ കുറിച്ചുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇനിയെന്ന് പറയുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ് ഒന്നുമില്ല. ഈ നസറുദ്ദീൻ മുഹമ്മദ് ഷാ തുഗ്ലക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് റൂളറാണ്. തുഗ്ലക് ഡൈനാസിയുടെ ലാസ്റ്റ് റൂളറാണ് ആര്? ഈ നസറുദ്ദീൻ മുഹമ്മദ് ഷാ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പുള്ളിക്ക് മുമ്പ്, നസറുദ്ദീന് മുമ്പിട്ട് തൊട്ട് മുമ്പ് അലാവുദ്ദീൻ സിക്കന്ദർ ഷാ എന്നൊരാളുണ്ട് കേട്ടോ. തൊട്ട് മുമ്പ് അലാവുദ്ദീൻ സിക്കന്ദർ ഷാ എന്നൊരാളുണ്ട്. അതിന് മേളിൽ മുഹമ്മദ് ഷാ എന്നൊരാളുണ്ട്. ഒരു അബൂബക്കർ ഷാ ഉണ്ട്. അങ്ങനെ 2-3 പേര് മേളിലുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ അടുത്ത നസറുദ്ദീൻ മുഹമ്മദ് ഷായേ ഉള്ളൂ. ബാക്കിയെല്ലാം അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. അപ്പോൾ ഓർത്തിരിക്കും നസറുദ്ദീൻ മുഹമ്മദ് ഷാ എന്ന് പറഞ്ഞാൽ എന്താണ്? പുള്ളിയാണ് തുഗ്ലക് ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് റൂളർ. എന്താണ്? നമ്മുടെ നസറുദ്ദീൻ മുഹമ്മദ് ഷായാണ് എന്ത്? തുഗ്ലക് ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് റൂളറാണ് ആര്? നമ്മുടെ നസറുദ്ദീൻ മുഹമ്മദ് ഷാ എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഓർത്തിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള നസറുദ്ദീൻ മുഹമ്മദ് ഷായെ 1398 എന്ത്? തിമൂർ ആക്രമിക്കും. അങ്ങനെയാണ് ഈ പറഞ്ഞ തുഗ്ലക് ഡൈനാസ്റ്റി നശിച്ചു തുടങ്ങുന്നത്. ഈ തിമൂറിൻ്റെ അറ്റാക്ക് കാരണമാണ് തുഗ്ലക് ഡൈനാസ്റ്റി നശിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് എന്തോ ചെയ്യുന്നത്? 1412 എന്തോ ചെയ്യുന്നത്? നസറുദ്ദീൻ മുഹമ്മദ് ഷായെ ഡിസ്പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ കിസിർ ഖാൻ ഒരാളുണ്ട് കേട്ടോ. കിസിർ ഖാൻ. ഇപ്പോൾ കിസിർ ഖാനാണ് ഇത് നിർത്തുന്നത്. കിസിർ ഖാൻ്റെ അറ്റാക്കോടെ എന്ത് ചെയ്യുകയാണ്? തുഗ്ലക് ഡൈനാസ്റ്റി തീർന്നു പോകുക കേട്ടോ. എന്താണ്? കിസിർ ഖാനാണ് എന്തോ ചെയ്യുന്നത്? തുഗ്ലക് ഡൈനാസ്റ്റി എൻഡ് ചെയ്തിട്ട് അടുത്ത നമ്മുടെ സയ്യിദ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്ന ആരാണ്? കിസിർ ഖാനാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നമ്മുടെ തുഗ്ലക് ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഇനിയുള്ളതെന്ന് സയ്യിദും ലോധിയും വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു സെഷൻ കൊണ്ട് സയ്യിദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി എടുത്ത് തീർക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കുക. താങ്ക് യു സോ മച്ച്.